ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദ് പ്രസ്ഥാനവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ ശാഖാപരമായ കാര്യത്തിലുള്ള അഭിപ്രായ ഭിന്നതയല്ല, തികച്ചും മൗലികമായ അഭിപ്രായ ഭിന്നതയുണ്ടതിൽ. ജമാഅത്തെ ഇസ്ലാമിയുടെ കൃതികളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അറബികൾ കേൾക്കേണ്ട താമസം അവർ മനസ്സിലാക്കിയിരുന്നത് അല്ലാഹു അല്ലാതെ ഭരണാധികാരിയില്ല എന്നാണ്. ജമാഅത്തിന്റെ നേതാക്കന്മാർ എഴുതിയ പുസ്തകം ഇവിടെയുണ്ട്. ചോദ്യോത്തര സെഷനിൽ നമുക്ക് ചർച്ച ചെയ്യാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേൾക്കേണ്ട താമസം അറബികൾ മനസ്സിലാക്കിയിരുന്നത്രേ അല്ലാഹു അല്ലാതെ ഭരണാധികാരിയില്ല എന്ന്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയത്തിൽ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട് പടച്ചതമ്പുരാൻ ഉദ്ദേശിക്കുന്നത് എന്നത് നാം ശരിക്കും ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ വഴിപിഴക്കാത്ത കൃത്യമായ ഒരു റൂട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. അതെങ്ങനെയുണ്ടാകും? മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവോ ആ മാനദണ്ഡം സ്വീകരിക്കലാണ് അതിനുള്ള വഴി. എന്താണ് ആ മാനദണ്ഡം? വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്ത് നിസായിൽ 59-ാമത്തെ സൂക്തത്തിലൂടെ പടച്ചതമ്പുരാൻ പഠിപ്പിച്ചത് അതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വഅതിയുർ റസൂല ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലി ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅവീല. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, നിങ്ങൾ റസൂലിനെ അനുസരിക്കണം, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ സ്വീകരിക്കണം, അനുസരിക്കണം. ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, മതപരമായ കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ ഫറുദ്ദൂഹു, നിങ്ങൾ മടക്കണം, ഇലല്ലാഹി, അല്ലാഹുവിലേക്ക്, വറസൂലിഹി, റസൂലിലേക്കും. അല്ലാഹു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. അഥവാ ഖുർആൻ മാത്രമാണ് നിയമത്തിന്റെ സ്രോതസ് എന്ന് അല്ലാഹു പറഞ്ഞില്ല. അല്ലാഹുവിലേക്ക് മടക്കണം എന്ന് പറഞ്ഞ് ശേഷം അല്ലാഹു പറയുന്നത് റസൂലിഹി, റസൂലിലേക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവിലേക്ക് മടക്കണം എന്ന് പറഞ്ഞാൽ ഖുർആനിൽ അങ്ങനെ അഭിപ്രായ ഭിന്നതയുള്ള ഒരു കാര്യം നിങ്ങൾ മടക്കിയാൽ ഖുർആനിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കണമെന്നല്ല, നിങ്ങൾ റസൂലിലേക്കും മടക്കണം എന്നാണ് പറഞ്ഞതിനർത്ഥം. അങ്ങനെ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കുന്നുവെങ്കിൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതാകുന്നു നിങ്ങൾക്ക് ഏറ്റവും ഖൈറ്, അതാകുന്നു ഉത്തമമായ കാര്യമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല പര്യവസാനവും അത് തന്നെയാകുന്നു എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഖുർആനിലുടനീളം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം, തൗഹീദിന്റെ താല്പര്യം നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് സത്യം. അത് മനസ്സിലാക്കാൻ വല്ലാത്ത പ്രയാസമുണ്ട് എന്ന് നമുക്കാർക്കും തോന്നിയിട്ടില്ല. അള്ളാഹുവിന്റെ ദീൻ വളരെ എളുപ്പമാണ്. അള്ളാഹുവിന്റെ മതം, ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ നയവിശദീകരണവും ആദർശ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത കൂട്ടത്തിൽ അവരുടെ പണ്ഡിതനിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയ ഈ ജില്ലയുടെ പ്രസിഡന്റ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇസ്ലാം, ജമാഅത്തെ ഇസ്ലാമി കേവലം ഒരു മതസംഘടനയല്ല, അതുപോലെ ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ മതം പ്രബോധനം ചെയ്യുന്ന സംഘടനയല്ല എന്നാണ്. ആ കേസറ്റ് നമ്മുടെ കൈവശമുണ്ട്, നിങ്ങൾക്ക് കേൾക്കാം. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പ്രബോധനം ചെയ്യുന്ന സംഘടനയല്ല എന്നാണ്. അത് അതിന്റെ ബാക്കി കേട്ടാൽ എല്ലാവർക്കും അറിയാം അല്ല എന്നുള്ളത്. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഒന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധനത്തിലും ശൈലിയിലുമില്ല. കാരണം വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ മില്ലത അബീകും ഇബ്രാഹീമ ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ. മതത്തിൽ നിങ്ങൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാക്കിയിട്ടില്ല. മതത്തിൽ നിങ്ങൾക്ക് യാതൊരു പ്രയാസവും, മതം എളുപ്പമാണ്, അത് സങ്കീർണമല്ല. വ്യാഖ്യാനിച്ചും വിശദീകരിച്ചും തുമ്പില്ലാതാക്കുന്നതിന്റെ പേരല്ല സമഗ്ര ദീനുൽ ഇസ്ലാം എന്നതിന്റെ പേര്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസംഗം കേൾക്കുന്ന ഏതു മനുഷ്യനും എന്തേ മനസ്സിലായത്? ഒന്നുമില്ല. അവർ കുറെ സാഹിത്യ വാക്കുകൾ പറയുന്നു, സാധാരണക്കാർക്ക് അത് മനസ്സിലാകുന്നുണ്ടോ? അടിസ്ഥാനപരമായി ചർച്ച ചെയ്യേണ്ട വളരെ ലളിതമായി പ്രവാചകന്മാർ വിശദീകരിച്ച ഒരു കാര്യം,
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ മക്കത്തെ മുശ്രിക്കുകൾ അല്ലാഹു അല്ലാതെ ഭരണാധികാരിയില്ല എന്നായിരുന്നത്രേ മനസ്സിലാക്കിയത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ മക്കത്തെ മുശ്രിക്കുകൾ ചോദിച്ച ചോദ്യം ഖുർആനിലുണ്ട്. അജഅലല്ലാഹിയത ഇലാഹം വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. വ്യത്യസ്ത ഇലാഹുകളെ നീ ഒറ്റ ഇലാഹാക്കി കളഞ്ഞോ മുഹമ്മദേ, ഇത് ആശ്ചര്യകരമായ കാര്യമാണ് എന്നാണ് മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞത്. അഥവാ അവർ ലാത്ത, ഉസ്സ, മനാത്ത, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ എല്ലാം ആരാധിച്ചിരുന്നവരായിരുന്നു, വിളിച്ചു പ്രാർത്ഥിച്ചവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. അവരെ ഇലാഹായിട്ട് തന്നെ അവർ മനസ്സിലാക്കി. അതുകൊണ്ട് അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറയുമ്പോൾ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ് മുഹമ്മദ് പറയുന്നത് എന്നായിരുന്നു മക്കത്തെ മുശ്രിക്കുകൾ മനസ്സിലാക്കിയിരുന്നത് എന്നാണ് ഖുർആനും സുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് പ്രവാചകന്മാരുടെ പ്രബോധനം, അതിനെ സംബന്ധിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. ഈ ലോകത്തേക്ക് വന്ന മുഴുവൻ പ്രവാചകന്മാരും, ലോകത്ത് വന്നിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരും അടിസ്ഥാനപരമായി പറഞ്ഞിട്ടുള്ള ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി ഒരു ശക്തിയുമില്ല എന്നത് തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ പ്രവാചകന്മാരും വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല അൻ ഇഅ്ബുദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത്. ഖുർആനിലെ 16-ാം അധ്യായം സൂറത്ത് നഹ്ലിലെ 36-ാമത്തെ സൂക്തമാണ്. എല്ലാ സമൂഹത്തിലും നാം പ്രവാചകന്മാരയച്ചു. എല്ലാ സമൂഹത്തിലും, ഏതൊക്കെ സമൂഹത്തിൽ പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ, അനി അബ്ദുല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന കാര്യമാണ് അവർ ആളുകളോട് ആദ്യമായി പറഞ്ഞിരുന്നത്. വജ്തനിബുത് താഗൂത്ത്, എല്ലാ ദുർമൂർത്തികളെയും അതിക്രമകാരികളെയും കൈവെടിയണം എന്നുമാണ് ആ പ്രവാചകന്മാർ അവരെ പഠിപ്പിച്ചിരുന്നത് എന്ന വസ്തുത വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയും. അതുപോലെ വിശുദ്ധ ഖുർആൻ സൂറത്ത് അംബിയാഇൽ 21-ാം അധ്യായം 25-ൽ പറയുന്നത് വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നബിയെ, താങ്കൾക്ക് മുമ്പ് ഒരൊറ്റ പ്രവാചകനെയും നാം അയച്ചിട്ടില്ല അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന കലിമത്ത് തൗഹീദ് അവരെ പഠിപ്പിച്ചുകൊണ്ട്. അതിലൊരു പ്രവാചകനും വേറിട്ട് നിന്നിട്ടില്ല. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഷുഐബ് നബിയെ കുറിച്ചും ലൂത്ത് നബിയെ കുറിച്ചും അവർക്ക് അങ്ങനെ വാദമുണ്ടായിരുന്നു. അവർ തൗഹീദ് പറയാൻ വന്നവരല്ല, മറിച്ച് ഇപ്പോൾ അവർ തിരുത്തി. അൽഹംദുലില്ലാഹ്, സ്വാഗതാർഹമാണ്. ഈ മൂവാറ്റുപുഴയിൽ തന്നെ നടന്നിട്ടുള്ള അവരുടെ പ്രഭാഷണത്തിൽ അത് വ്യക്തമാവുകയും ചെയ്തു. സഹോദരങ്ങളെ, വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം.